ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നും 1,00,000-ഓളം ഭക്തരാണ് ദർശനത്തിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതേസമയം തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്നലെ 2 ദിവസത്തെ പരിശോധന പൂർത്തിയാക്കി SIT സംഘം സന്നിധാനത്ത് നിന്ന് മടങ്ങി. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനം ഉള്ളത്. പുലർച്ചെ 5 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ തന്നെ അണമുറിയാത്ത ഭക്തജന പ്രവാഹമാണ് ഭഗവാന്റെ തിരുമുന്നിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നു. ഇന്നും 1,00,000-ലധികം ഭക്തർ ഭഗവാനെ ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും 1,00,000-ഓളം ഭക്തർ ഭഗവാനെ ദർശിക്കാനായി എത്തിയിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിലും ഈ 50,000-ഓളം ഭക്തരാണ് ഈ ഭഗവാനെ ദർശിക്കാനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും സമാനമായ ഒരു തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് കാര്യമായ പോലീസ് സംവിധാനമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരെ വേണ്ടത്ര നിയോഗിക്കാത്തത് ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൂജാ സമയങ്ങളിലൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ഹരിവരാസനത്തിൻ്റെ സമയത്തൊക്കെ തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത് ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നുവെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. ഇന്നലെയാണ് SIT ഈ പൂർണ്ണമായും പരിശോധന സ്വർണ്ണപ്പാളികളിലെ പരിശോധന പൂർത്തിയാക്കി സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം ശബരിമല സന്നിധാനത്തു നിന്നും മടങ്ങിയത്. സാമ്പിളുകളുടെ പരിശോധനാ ഫലം അതുതന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമാകുന്നത്. എന്തായാലും പരിശോധനാ ഫലത്തിനായി ഇനി SIT സംഘം കാത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെയാണ് പരിശോധന പൂർത്തിയാക്കി SIT സംഘം ശബരിമല സന്നിധാനത്തു നിന്നും മടങ്ങിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അത് വരും മണിക്കൂറുകളിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്.